ഭയപ്പെട്ടത് തന്നെ ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. മഹാകുംഭ വൈറൽ പെൺകുട്ടി മൊണാലിസ ഒളിച്ചോടിയെന്ന് ഭർത്താവ് ഫർമാന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം രാത്രി പുറത്തു വന്നിരിക്കുകയാണ്. ഈ വീഡിയോ വൈറലാവുകയാണ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് തെളിഞ്ഞതോടെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഭർത്താവ് ഫർമാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത്. എന്നാൽ മൊണാലിസയെ കാണാതായതിന് കാരണം ഫർമാൻ തന്നെയാണെന്ന് മൊണാലിസയുടെ അമ്മ പറയുന്നു. ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ഇവർ തന്നെ കുട്ടിയെ എവിടെയോ ഒളിപ്പിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. അതേസമയം വീഡിയോയിൽ ഫർമാൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ അജ്മീറിലും പുഷ്കറിലുമാണ്, മൊണാലിസ ഓടിപ്പോയി, അവളെ കണ്ടെത്താൻ ഞാൻ ഇവിടെയുണ്ട്. അതിനാൽ സുഹൃത്തുക്കളെ, എനിക്ക് അജ്മീറിൽ മൊണാലിസയെ കണ്ടെത്താൻ സാധിച്ചില്ല, അവളെ കണ്ടെത്താൻ ഞാൻ ജോധ്പൂരിലേക്ക് പോകുന്നു. അതിനാൽ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക എന്നാണ് വീഡിയോയിൽ ഫർമാൻ പറയുന്നത്. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ പലതും കണ്ട് അനുഭവങ്ങൾ ഉള്ള ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല എന്നതിൻ്റെ ഒരു ദുഃഖം തന്നെയാണ് ഇവിടെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ളത്. കാരണം ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി, കൊണ്ടുപോയി ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുപോയി അവരെ വേറെ വഴിയിലൊക്കെ ആക്കി അവരുടെ ജീവിതം നശിപ്പിച്ച് അവരെ കാണാൻ പോലും, അവരെവിടെയാണെന്ന് പോലും വിവരങ്ങൾ അറിയാത്ത നിരവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു വിവാഹവും ഇങ്ങനെ ഒരു പ്രണയവും ആ വിവാഹത്തെ ചൊല്ലി ഒരുപാട് വിവാദവും ഒക്കെ കേരളത്തിലും ഉണ്ടായത്. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വീണ്ടും ഇവരുടെ കുടുംബം പരിഭ്രാന്തിയിലാണ്. ഫർമാന്റെ വൈറൽ വീഡിയോയുടെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് അറിയുന്നത്. മൊണാലിസയുടെ കുടുംബം ഇക്കാര്യം അറിഞ്ഞപ്പോൾ അവരുടെ അമ്മ ലതാബായി അസ്വസ്ഥയായി, അച്ഛൻ ഭോസ്ലെ നിരാശയിലായിരുന്നു. മഹേശ്വർ നഗറിൽ വീണ്ടും ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. വിവാഹം ഒരു ഗൂഢാലോചനയാണെന്നും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയാൽ മൊണാലിസ അപ്രത്യക്ഷയാകുമെന്നുമുള്ള ഊഹാപോഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. ഏകദേശം 15-20 ദിവസങ്ങൾക്ക് മുൻപ് ഫർമാൻ ഒരു ചെറിയ സംഭാഷണം ഇവരോട് ഫോണിൽ നടത്തിയിരുന്നു. അതിനുശേഷം മൊണാലിസയോ ഫർമാനെയോ ഇവർക്ക് വിളിക്കാൻ സാധിച്ചിരുന്നില്ല. മൊണാലിസയുടെ വലിയമ്മയും ഇക്കാര്യം പറയുന്നു എന്നാണ് വിവരങ്ങൾ. കുറച്ചു നേരം മൊണാലിസയോട് സംസാരിക്കാൻ സാധിച്ചു. പിന്നീട് മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് മധ്യപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മൊണാലിസയുടെ യഥാർത്ഥ ജനന തീയതി വെളിപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഫർമാനെതിരെ പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൊണാലിസയുടെ കേസിൽ പോലീസ് മൗനം പാലിക്കുന്നു എന്നാണ് ചില വിലയിരുത്തലുകൾ പുറത്തുവരുന്നത്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, കേരളം ഈ 3 സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചാണ് മൊണാലിസ കേസ് വാർത്തകളിൽ ഇടം നേടുന്നത്. ഫർമാനെതിരെ രണ്ടാമത്തെ FIR ഫയൽ ചെയ്തപ്പോൾ ഖർഗോൺ മഹേശ്വർ പോലീസ് മൗനം പാലിച്ചു എന്നാണ് വിവരങ്ങൾ. ഫർമാനെതിരെയുള്ള FIR-നെ കുറിച്ച് മഹേശ്വർ പോലീസ് സ്റ്റേഷൻ ചുമതലയുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈമലർത്തുകയായിരുന്നു. എന്തായാലും ഇനി മൊണാലിസ എന്ന പെൺകുട്ടി എവിടെയെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമാനസ്.